ദേ മുരളി, ഞാൻ ഗൗരവത്തോടൊരു കാര്യം പറയാം. VP-യുടെ വീടുമായിട്ട് ഇനി അധികം സഹകരിക്കാനൊന്നും ഇവളെ വിടരുത്. അധിക നേരം അവിടെ നിൽക്കേണ്ടെന്ന് അവളോട് ഞാൻ പറയുന്ന അമ്മയും കേട്ടതല്ലേ. എന്നാലും അത് ശരിയാകത്തില്ല മുരളി. ഒന്നാമതേ അയാൾക്ക് തലയ്ക്ക് പിരി ഇളകിയിരിക്കുക. മാളു ഗർഭിണിയാണെന്നും കൂടെ അറിയുമ്പോ അസൂയ മൂത്തിനി കൊച്ചിനെ ഉപദ്രവിക്കോ മറ്റോ ചെയ്താലോ? ഹേ, അങ്ങനൊന്നും ചെയ്യില്ലമ്മേ. ഒന്നുമില്ലെങ്കിലും VP-ക്ക് അവള് സ്വന്തം മോളെ പോലെ തന്നെയല്ലേ. എന്തോന്ന് സ്വന്തം മോള്? സ്വന്തം മോളെ കൊല്ലാൻ ശ്രമിച്ചയാള് മോളെ പോലുള്ള ഒരാളോട് എങ്ങനെ പെരുമാറുമെന്ന് ആർക്കറിയാം? എന്തായാലും ആ സഹകരണം ഇനി അധികം ഇല്ലാതിരിക്കുന്നതാ നല്ലത്. അശ്വതിയൊന്നും കൊണ്ടുപോകാൻ നിൽക്കണ്ടെന്നേ. പേരിന് മുരളി ഒന്ന് പോയി തല കാണിച്ചിട്ട് വാ, അത് മതി. മോളെ, നീ വരാന്ന് പറഞ്ഞിട്ട് കണ്ടില്ലല്ലോ എന്ന് ഞാൻ ഇപ്പൊ ആലോചിച്ചതേ ഉള്ളൂ. ആന്റി നല്ല ജോലിയിലാണെന്ന് തോന്നല്ലോ. അതെ, കുറെ നാള് വീട് അടച്ചിട്ടതല്ലേ, അപ്പടി പൊടിയും മാറാലെയാ. എല്ലാം ഇനി കുറേശ്ശെ വൃത്തിയാക്കി തുടങ്ങണം. VP അങ്കിൾ എന്ത് പറയുന്നു? എന്തു പറയാൻ, എന്റെ കഷ്ടപ്പാട് കണ്ടിട്ട് സഹായിക്കാൻ ഒപ്പം കൂടിയിരിക്കുക. വേണ്ടാന്ന് ഞാൻ പറഞ്ഞിട്ടും കേക്കണ്ടേ. മുറി വൃത്തിയാക്കുന്ന ജോലി VP ഏറ്റെടുത്തിരിക്കുക. അങ്ങനെ ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്യുന്നത് നല്ലത് തന്നെ ഗീതാന്റി. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എന്താ ഒരു കള്ളച്ചിരി? ഒരു വിശേഷമുണ്ട്. അത് നീ നേരിട്ട് പറയാന്നല്ലേ പറഞ്ഞേ? എന്താ, പറ വേഗം. നീ ക്യാരിങ് ആണോ? ആണോന്ന്? നേരിട്ട് പറയാന്ന് പറഞ്ഞപ്പോഴേ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. സന്തോഷായി. അപ്പൊ അശ്വതി മുരളിയും മുത്തശ്ശനും മുത്തശ്ശിയാവാൻ പോവാണല്ലേ? ഹോസ്പിറ്റലിൽ പോയോ? കഴിഞ്ഞ ദിവസം പോയിരുന്നു. ഇനി 1 മാസം കഴിഞ്ഞ് ചെക്കപ്പിന് ചെല്ലണം. അതെ, ഇനി നല്ല കെയറൊക്കെ വേണം കേട്ടോ. അല്ല, അത് നിന്നെ ഞങ്ങൾ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ഒക്കെ വേണ്ട രീതിയിൽ നോക്കാൻ ജോബിനുണ്ടല്ലോ കൂടെ. മോൾ ഇവിടെ തന്നെയാണോ അതോ ഇനി ഒന്ന് ഡേയ്സിയുടെ അടുത്തേക്ക് പോകുന്നേ? കുറച്ചു ദിവസം ഇവിടെ നിൽക്കാന്ന് വിചാരിക്കുന്നു ആന്റി. അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് ഞാൻ അപ്പുനെ കണ്ടിരുന്നു. അപ്പുന്റെ സർജറി 2-3 ദിവസത്തിനകം ഉണ്ടാവും. ഞാൻ അറിഞ്ഞു മോളെ, നന്ദൻ വിളിച്ചിരുന്നു. ഇപ്പൊ നന്ദന്റെ സംരക്ഷണയിലാ അപ്പു. തിരിച്ചു വരാൻ എനിക്ക് അപ്പുവിനെ നിർബന്ധിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇവിടുത്തെ അവസ്ഥ വെച്ച് നോക്കുമ്പോ അത് ശരിയാവില്ല. ഒരു കണക്കിന് അപ്പു അവിടെ നിൽക്കുന്നത് തന്നെയാ നല്ലത്. അത് ശരിയാ ആന്റി. അപ്പു തനിച്ചൊന്നും അല്ല കേട്ടോ. ട്രാൻസ് കമ്മ്യൂണിറ്റിയിലെ 1-2 പേര് അപ്പുവിന് സഹായത്തിനുണ്ട്. അതും നന്ദൻ പറഞ്ഞിരുന്നു. എല്ലാം ഭംഗിയായിട്ട് കലാശിച്ചാൽ മതിയായിരുന്നു. അപ്പുവിന് വേണ്ടി പ്രാർത്ഥിക്കാനല്ലേ ഇപ്പൊ എനിക്ക് പറ്റുള്ളൂ. സർജറി കഴിയുമ്പോൾ എനിക്ക് എന്തായാലും അപ്പുവിനെ പോയി ഒന്ന് കാണണം. പക്ഷേ ഇവിടുന്ന് എന്ത് പറഞ്ഞ് പോകുന്ന എന്റെ കൺഫ്യൂഷൻ. VP അങ്കിൾ പിന്നെ അപ്പുവിനെ കുറിച്ച് വല്ലതും ചോദിച്ചോ? ചോദിച്ചോന്നോ? കൊള്ളാം. മണിക്കൂറിൽ 10 തവണയെങ്കിലും അപ്പുവിന്റെ കാര്യങ്ങൾ അന്വേഷിക്കും. വന്ന് കയറിയപ്പോ മുതൽ വീട്ടിൽ വന്ന കാര്യം അപ്പുവിനെ വിളിച്ച് പറയാൻ എന്നെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുക.
എത്ര കള്ളം പറഞ്ഞാലും ഒരു ദിവസം പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല മോളെ. സത്യം എന്താണെന്ന് കുറേശ്ശെ അങ്കിളിനെ ബോധ്യപ്പെടുത്തുന്നതല്ല ആന്റി നല്ലത്. അല്ലാതെ ആന്റി എത്ര നാളെന്ന് കരുതി എങ്ങനെ റിസ്ക് എടുക്കുന്നത്? ഒക്കെ വിപിയോട് പറയണമെന്നുണ്ട് മോളെ. പക്ഷേ എവിടെ നിന്ന് തുടങ്ങണമെന്ന് എനിക്കറിയില്ല. വാ, വിപിയെ കാണണ്ടേ നിനക്ക്? വിപിക്ക് ഈ കാര്യം അറിയുമ്പോൾ സന്തോഷാവും. വാ. വിപി, ഇതാരാ വന്നിരിക്കുന്നു നോക്കിയേ. ആരാ ഗീത? ആ, മാളു, ഇത് എപ്പോ എത്തി? ഞാൻ ദേ ഇപ്പൊ വന്നേ ഉള്ളൂ. രണ്ടുപേരും നല്ല ജോലിയിലാണല്ലോ. സഹായിക്കാൻ ഞാനും കൂടി കൂടട്ടെ? വേണ്ട വേണ്ട, ഇനി ഞങ്ങളെ സഹായിക്കാൻ വന്നിട്ട് വേണം മുരളി അശ്വതിയൊക്കെ ഞങ്ങളെ വഴക്ക് പറയാൻ. അത് നേരാ. വെറുതെ പൊടിയിൽ അഴുക്കലും കിടന്ന് ഉരുളണ്ട. വാ, നിന്റെ വിശേഷങ്ങളൊക്കെ ചോദിക്കട്ടെ. ഇരിക്കെ. വിപി, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. എന്താ? നമ്മുടെ മാളുവേ ഒരമ്മയാവാൻ പോവാ. റിയലി? ആണോ മോളെ? അതെ അങ്കിൾ. എവിടെ? ഞങ്ങൾക്ക് സ്വീറ്റ്സ് എവിടെ? ഇതുപോലുള്ളൊരു ഹാപ്പി ന്യൂസ് പറയാൻ വരുമ്പോ വെറും കൈയോടൊന്നും വന്നിട്ട് കാര്യമില്ല, അല്ല ഗീത? ഇനി വരുമ്പോ മര്യാദയ്ക്ക് സ്വീറ്റ്സ് ആയിട്ട് വന്നോണം. അങ്കിളിന് എത്ര സ്വീറ്റ്സ് വേണം? ഞാൻ കൊണ്ടുതരാലോ. ഞാൻ വെറുതെ പറഞ്ഞല്ല മോളെ. ഈ സന്തോഷ വർത്തമാനത്തിനപ്പുറം എന്ത് മധുര ഉള്ളത്, അല്ലടോ? അതെ. എന്നിട്ട് നീ ഈ കാര്യം കൂട്ടുകാരെ വിളിച്ച് പറഞ്ഞോ? എന്താ പറഞ്ഞില്ലേ? പറഞ്ഞു അങ്കിൾ. ഞാൻ ഇന്നലെ തന്നെ അവളെ വിളിച്ചിരുന്നു. അത് ശരി. എന്നിട്ടാണോ ഗീത പറയുന്നത് വിളിക്കുമ്പോഴൊക്കെ അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നും? മോളെ വിളിച്ചപ്പോ കിട്ടിയല്ലോ. ഞങ്ങൾ ഇങ്ങോട്ട് വന്ന കാര്യം അവളെ അറിയിച്ചോ നീ? ഇല്ല അങ്കിൾ, ഞാനത് പറയാൻ തുടങ്ങിയപ്പോഴേക്കും ഫോൺ കട്ടായി. പിന്നെ വിളിച്ചപ്പോ കിട്ടിയതുമില്ല. ഇതെന്താ, അപ്പു പഠിക്കുന്ന സ്ഥലം കേരളത്തിലല്ലേ? ആര് വിളിച്ചാലും ഫോണിൽ കിട്ടില്ല എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവും? കേട്ടാ മോളെ, അപ്പൂന് ഇങ്ങോട്ട് വരാനല്ലേ പ്രയാസമുള്ളൂ. എന്നാ ഈ വീക്കെൻഡില് അപ്പൂനെ കാണാൻ അങ്ങോട്ട് പോയാലോ എന്ന് പറഞ്ഞപ്പോ അതിനും എന്തൊക്കെയോ മുടക്ക് പറയാ നിന്റെ ഗീത ആന്റി. അത് വേണ്ട അങ്കിൾ. 1 മാസത്തിനകം അവളുടെ എക്സാം കഴിയല്ലോ. പിന്നെ അവളിവിടെ കുറച്ചുനാൾ കാണും. അതുവരെ അങ്കിളിനൊന്ന് അഡ്ജസ്റ്റ് ചെയ്തൂടെ? ഇനിയിപ്പോ അഡ്ജസ്റ്റ് ചെയ്യാല്ലാതെ എന്താ ചെയ്യാ? പരീക്ഷക്കിടയിൽ ചെന്ന് ശല്യപ്പെടുത്തരുതെന്ന് ശ്രീമതിയുടെ ഉത്തരവുണ്ടല്ലോ. പിന്നെ എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നല്ലോ അവിടെ, പേര് മുരളീന്നാ. ആളെ ഇങ്ങോട്ടൊന്നും കണ്ടതേ ഇല്ലല്ലോ. അച്ഛൻ ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയിരുന്നു അങ്കിൾ. ഇന്നലെ എത്തിയതേ ഉള്ളൂ വീട്ടില്. ആൾക്ക് നല്ല സുഖമില്ല. 2 ദിവസത്തിനായി ഇങ്ങോട്ട് ഇറങ്ങാന്ന് പറഞ്ഞു. എന്തു പറ്റി മുരളിക്ക്? കാര്യമായിട്ടൊന്നുമില്ല. ക്ലൈമറ്റ് ചേഞ്ചിന്റെ ആയിരിക്കും. ചെറിയൊരു കോൾഡ്. അത് മാറിയിട്ട് അങ്കിളെ കാണാൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ, അങ്ങനെ ആയിക്കോട്ടെ. നമ്മുടെ ഇന്ദിരാമ എന്തു പറയുന്നു? മുത്തശ്ശി സുഖമായിരിക്കുന്നു. എന്താ അത്? അത് വിപിയുടെ മെഡിസിൻ ടൈം ആയെന്ന് അലേർട്ടാ. മറക്കാതിരിക്കാൻ ഞാൻ അലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. ഞാൻ മെഡിസിൻ എടുത്തിട്ട് വരാം. കണ്ടില്ലേ മോളെ, അങ്കിളുടെ കാര്യത്തിൽ എന്താ ഒരു ശുഷ്കാന്തി. ഗീതയുടെ കയ്യിലുള്ള നമ്പർ മാത്രമേ ഉള്ളൂ അപ്പൂന്? അതോ വേറെ ഏതെങ്കിലും സീക്രട്ട് നമ്പർ ഉണ്ടോ? ഇല്ല അങ്കിൾ, ആ ഒരു നമ്പറേ ഉള്ളൂ അവൾക്ക്. പിന്നെ മോള് വിളിച്ചാൽ കിട്ടുകയും ഗീത വിളിച്ചാൽ കിട്ടാതിരിക്കുകയും ചെയ്യുന്ന എങ്ങനെ? അല്ല, ഇനി ഗീത അറിയാതെ വല്ല രഹസ്യ നമ്പർ ഉണ്ടെങ്കിൽ നിന്റെ കയ്യിൽ നിന്ന് അത് മേടിച്ച് ഒന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു. അതുകൊണ്ട് ചോദിച്ചതാ. ഇല്ല അങ്കിൾ, അങ്ങനെ സീക്രട്ട് നമ്പറൊന്നും അവൾക്കില്ല. ഇനിയിപ്പോ ഞാനിത് ചോദിച്ചു നിന്റെ ആന്റിയോട് പറയാൻ നിൽക്കണ്ട കേട്ടോ. ശരി. ഗീത, ഗീത,
താൻ അവിടെ എന്തെടുക്കുക? ഞാൻ വരുന്നു. ഹലോ ഹലോ ഹലോ, കേൾക്കാമോ? ഹലോ, ഇത് ഗീത മാഡത്തിന്റെ നമ്പറാണോ? അതേലോ. ആരാ സംസാരിക്കുന്നത്? ഞാൻ ദക്ഷയാണ്. മാഡത്തിനൊന്ന് കൊടുക്കാമോ? ആ, കൊടുക്കാം. ഒന്ന് ഹോൾഡ് ചെയ്യൂ. എടോ, ഏതോ ഒരു ദക്ഷ വിളിക്കുന്നു. ഹലോ. ഹലോ മാഡം, ഞാൻ ദക്ഷയാണ് വിളിക്കുന്നത്. നന്ദൻ സാറ് പറഞ്ഞിട്ട് അപ്പുവിന്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അത് അക്കാര്യം നന്ദനോട് സംസാരിച്ചാൽ മതിയാവും. ഞാനിപ്പോൾ ഇത്തിരി തിരക്കില്ല. നമുക്ക് പിന്നീട് സംസാരിക്കാം. ശരി. എന്താടോ, ആരാ ഈ ദക്ഷ? അത് നമ്മുടെ അഡ്വക്കേറ്റ് നന്ദകുമാറിന്റെ ഫ്രണ്ടാ ദക്ഷ. ഓ, ദക്ഷ. ശരിയാ, അയാൾ പറഞ്ഞ് ഞാനും കേട്ടിട്ടുണ്ട്. അവരൊരു ട്രാൻസ് വുമൻ അല്ലേ? അതെ. എന്തിനാ അവർ തന്നെ വിളിച്ചത്? അതൊരു ചാരിറ്റി പ്രോഗ്രാമിന്റെ കാര്യത്തിനാന്നാ പറഞ്ഞത്. എന്തെങ്കിലും പിരിവിനായിരിക്കും. ഞാൻ പിന്നെ വിളിക്കാൻ പറഞ്ഞു. കാര്യമായിട്ടെന്തെങ്കിലും കൊടുത്തേക്ക്, പാവങ്ങളല്ലേ. BP മരുന്ന് കഴിക്കുക. ഇത് ഞാൻ കഴിച്ചോളാം. താൻ പോയി മാളൂന് എന്തെങ്കിലും കഴിക്കാനെടുക്ക്. അയ്യോ, അക്കാര്യം ഞാനങ്ങ് മറന്നുപോയി. ഞാൻ എന്തെങ്കിലും കുടിക്കാൻ എടുക്കാം. ഒന്നും വേണ്ട ആന്റി. അത് പറ്റില്ല. ഒരു നല്ല വിശേഷം പറയാൻ വന്നിട്ട് ഒന്നും തരാതെ എങ്ങനെയാ വിടുന്നത്? മോളിരിക്കേ. എന്ന് ഞാനും വരാം. മാളു പോയിട്ട് കുറച്ചു നേരം ആയല്ലോ. അവളെ കണ്ടില്ലല്ലോ. അമ്മ വരുമ്പോഴേക്കും അവളിങ്ങ് തിരിച്ചു വന്നില്ലെങ്കിൽ പിന്നെ അതിന്റെ പേരിലാവും ഇവിടെ ബഹളം. അവൾ അവിടെ കുറച്ചു നേരം നിന്നെന്ന് കരുതി എന്ത് സംഭവിക്കാനാ? ഗീതയ്ക്ക് അതൊരു സഹായമാവും. തന്നെയല്ല, നമ്മുടെ ഭാഗത്തുനിന്ന് ആരും ഇതേവരെ അങ്ങോട്ടൊന്നും പോയതും ഇല്ലല്ലോ. നാളെ നമുക്ക് രണ്ടുപേർക്കും കൂടെ അങ്ങോട്ടൊന്ന് പോയാലോ മുരളിയേട്ടാ? BP ഏട്ടൻ ഹോസ്പിറ്റലായിട്ട് ഇതുവരെ ഒന്ന് പോയി കാണാനും കഴിഞ്ഞില്ലല്ലോ. ഗീതേച്ചി എന്ത് വിചാരിക്കും? ഞാനും അത് ആലോചിച്ചതാ. ഇന്ന് മാളുവിൻ്റെ കൂടെ അങ്ങോട്ട് ചെല്ലാമെന്ന് പറഞ്ഞതുവാ. അപ്പൊ അവളാ പറഞ്ഞത് അവിടുത്തെ അന്തരീക്ഷം അറിഞ്ഞിട്ട് പോയാൽ മതിയെന്ന്. ആലോചിച്ചു നോക്കിയപ്പോ അവള് പറഞ്ഞതിലും കാര്യമുണ്ടെന്ന് തോന്നി. BP ഏട്ടന് ഇപ്പൊ മെന്റലി പ്രശ്നമൊന്നുമില്ലെന്നാ മാളു പറഞ്ഞത്. ഹോസ്പിറ്റലില് അവളും ജോബിനും കൂടെ കൂടെ പോവായിരുന്നു. പാവം, കൂനുമേ കുരുന്ന് പറഞ്ഞ പോലെയായി BP ഏട്ടന്റെ കാര്യം. നീ പറഞ്ഞത് വെച്ച് നോക്കുമ്പോ ഒരു പർട്ടിക്കുലർ ടൈമിലെ മെമ്മറി അല്ലേ പോയിട്ടുള്ളൂ. ഒരു കണക്കിന് നോക്കിയാ അതൊരു അനുഗ്രഹം തന്നെയാ. തൽക്കാലം അപ്പുവിന്റെ കാര്യം മറച്ചു വെക്കാലോ. പക്ഷെ അത് എത്ര നാളത്തേക്കെന്ന് കരുതിയാ മുരളിയേട്ടാ? എന്നായാലും എപ്പോഴായാലും BP ഏട്ടന് ഇതൊക്കെ അറിയില്ലേ? അപ്പൊ എന്തായിരിക്കും അവസ്ഥ? വീണ്ടും ഈ ബഹളമൊക്കെ ഒന്നേന്ന് ആവർത്തിക്കേണ്ടി വരില്ലേ? പക്ഷേ BP ഏട്ടന് ഇനി എത്ര ബഹളം ഉണ്ടാക്കിയാലും അതിലൊരു പ്രയോജനം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. അപ്പു സർജറി ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞു. സത്യത്തിൽ അപ്പു ഇപ്പൊ എവിടെയാ? ആ, അതാ അതിലും വലിയ സങ്കടം. അതിന്റെ കാര്യത്തില് ആർക്കും കൃത്യമായിട്ട് ഒരു അറിവുമില്ല. കമ്മ്യൂണിറ്റിപ്പെട്ട RDO കൂടിയാണെന്നാ ഗീതേച്ചി പറഞ്ഞത്. അതാ വക്കീലിനറിയാത്രേ. എന്തായാലും അവര് രണ്ടുപേരും തനിച്ചു കുറച്ചു ദിവസം വീട്ടിൽ നിൽക്കുമ്പോ എന്താവും സ്ഥിതി എന്നറിയാലോ. ആ, ജോബിനാ. ഇരിക്ക്. ജോബിൻ രാവിലെ ഇഞ്ഞു പോന്നോ? എന്തുപറ്റി? ഇന്ന് ഹോസ്പിറ്റൽ ഡ്യൂട്ടി ഇല്ലേ? ഉണ്ട്. ലേറ്റായിട്ട് ചെന്നാ മതി. അപ്പൊ കരുതി മാളുവിനെ വിളിച്ച് വീട്ടിലാക്കിയിട്ട് പോവല്ലോ എന്ന്. എവിടെ മാളു? അവൾ ഇതേവരെ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഗീത വിളിച്ചിട്ട് VPയുടെ വീട്ടിലേക്ക് പോയിരിക്കാം. BP ഏട്ടൻ ഡിസ്ചാർജ് ആയി വന്ന വിവരം ജോബിന് അറിഞ്ഞായിരുന്നോ? ഉവ്വ്. ആ, ഈതാന്റെ മമ്മിയെ വിളിച്ച് പറഞ്ഞിരുന്നു. തൽക്കാലം ഇപ്പൊ അങ്ങോട്ട് ചെല്ലണമെന്നാ മമ്മി പറഞ്ഞിരിക്കുന്നത്.
വിജയങ്ങള് സാഹചര്യവുമായി പൊരുത്തപ്പെടട്ടെ എന്ന് എനിക്കും തോന്നി. അതും നേരാ. ഞാനും മാളുവിൻ്റെ കൂടെ അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങിയതാ. അപ്പൊ മാളു അത് വേണ്ടാന്ന് പറഞ്ഞത്. അല്ല, മുത്തശ്ശി എവിടെ? അമ്മ ഇവിടെ അടുത്തൊരു ഹോമിയോ ഡോക്ടറെ കാണാൻ പോയതാ. എന്തു പറ്റി മുത്തശ്ശിക്ക്? അമ്മയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ച് അസുഖമൊന്നും വേണമെന്നില്ലല്ലോ. മാസത്തിൽ ഒരു തവണയെങ്കിലും അവരെ ഒന്ന് പോയി കണ്ടില്ലെങ്കിൽ ഒരുതരം വിമ്മിഷ്ടമാ. അതിനുവേണ്ടി എന്തെങ്കിലും കാരണം ഉണ്ടാക്കും. ഇപ്പൊ മുട്ടുവേദന എന്നും പറഞ്ഞാ പോയിരിക്കുന്നത്. അല്ല, മാള് വരാൻ ലേറ്റ് ആവോ? എന്നാ ഞാൻ അങ്കിളിന്റെ വീട്ടിൽ ചെന്ന് പിക്ക് ചെയ്തോളാം. ഏയ്, അത് വേണ്ട. അവളിപ്പോ വരാറായി കാണും. അശ്വതി, താനൊന്ന് വിളിച്ചു നോക്ക്. ജോബി വന്നിട്ടുണ്ടെന്ന് പറ. അങ്കിൾ എന്നാ ഓഫീസിലേക്ക് പോകുന്നില്ലേ? കുറച്ച് കഴിഞ്ഞ് ഇറങ്ങാമെന്ന് കരുതി. ജോബിന് ഓഫീസിൽ നിന്നാ. ഒരു മിനിറ്റ്. ഹലോ, അതെ. ആ, സൈറ്റിലേക്ക് ഞാൻ കുറച്ച് കഴിഞ്ഞ് വരുന്നുണ്ട്. ആ, ആരാ ആന്റി നേരത്തെ വിളിച്ചത്? ദക്ഷ തന്നെ ആയിരുന്നോ അതോ? അതെ, അവര് തന്നെയായിരുന്നു. അപ്പു ആയിരിക്കുന്നു കരുതി ഞാൻ പേടിച്ച ഓടി വന്നത്. അപ്പോഴത്തേക്ക് VP ഫോൺ എടുക്കുകയും ചെയ്തു. അങ്കിള് ഫോൺ എടുക്കുന്ന കണ്ട് ഞാനും ആകെ ടെൻഷനായി പോയി. അല്ല, ആ സ്ത്രീ എന്തിനാ വിളിച്ചത്? എന്തിനാന്ന് VPയുടെ മുന്നിൽ വെച്ച് ചോദിക്കാൻ പറ്റില്ലല്ലോ. അവരെന്തോ പറഞ്ഞു. VPക്ക് കൂടുതൽ സംശയം തോന്നണ്ടെന്ന് കരുതിയാ ഞാൻ പിന്നീട് വിളിക്കാമെന്ന് പറഞ്ഞത്. ഇനി എന്തിനാന്ന് വിളിച്ചു നോക്കണം. അല്ലെങ്കിൽ തന്നെ VP പഴയതോരോന്ന് ചികഞ്ഞെടുക്കാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക. ഇപ്പൊ തന്നെ കഷ്ടിച്ചൊരു കുരുക്കിന് ഞാൻ രക്ഷപ്പെട്ടതേ ഉള്ളൂ. അതെന്താ ആന്റി? പണ്ട് VP എനിക്കെതിരെ ഫയൽ ചെയ്ത ഡിവോഴ്സ് പെറ്റീഷന്റെ ഡ്രാഫ്റ്റ് VPയുടെ പെട്ടിയിലുണ്ടായിരുന്നു. ഞാൻ ചെന്ന് നോക്കുമ്പോൾ അത് ബ്രീഫ് കേസിന്റെ മുകളിലെടുത്ത് വെച്ചിരിക്കുന്നതാ കണ്ടത്. അയ്യോ, അങ്കിളത് കണ്ടോ ആന്റി? കണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. ഇല്ലെന്ന് തോന്നുന്നു. കണ്ടിരുന്നെങ്കിൽ ഉറപ്പായിട്ട് VP അതേക്കുറിച്ച് ചോദിച്ചനെ. എന്തിനാ അതൊക്കെ അങ്കിളുടെ കൺവെട്ടത്ത് വെച്ചേക്കുന്നെ? എങ്ങോട്ടേലും എടുത്ത് മാറ്റിക്കൂടെ? അതൊക്കെ ഇവിടെ ഇല്ലെന്നായിരുന്നു എന്റെ ധാരണ. അന്ന് ആ CA അന്വേഷണത്തിന് വന്നപ്പോ ആ ഡോക്യുമെന്റ്സ് ഒക്കെ എടുത്ത് നശിപ്പിച്ച് കളഞ്ഞതാ ഞാൻ. അതിന്റെ കോപ്പി ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. ആന്റി ഒരു കാര്യം ചെയ്യും, അത് എത്രയും പെട്ടെന്ന് അങ്കിളുടെ കസ്റ്റഡിയിൽ നിന്ന് എടുത്ത് മാറ്റ്. ഞാനത് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഇനി സൗകര്യം പോലെ എവിടെയെങ്കിലും കൊണ്ടുപോയി നശിപ്പിക്കണം. എന്നാ ഞാൻ ഇറങ്ങട്ടെ ആന്റി. ശരി. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടായിട്ടായിരിക്കുമല്ലോ അശ്വതി വിളിച്ചത്. മോള് പോയിട്ട് വാ. ഇടയ്ക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഇങ്ങനെ ഇറങ്ങണേ മോളെ. മോള് വരുന്നത് ആന്റിക്ക് എന്ത് ആശ്വാസമാണെന്ന് അറിയാവോ? എനിക്ക് മാത്രമല്ല, VPക്കും. ശരി ആന്റി, ഞാൻ ഇറങ്ങാം, ഉറപ്പ്. The number you are trying to reach is currently switched off. ഗീത, 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 ഇത് എവിടെ പോയി? എന്താ? ഈ ബ്രീഫ് കേസിന് മുകളിലിരുന്ന നീല ഫയൽ എവിടെ? നീല ഫയലോ? ഞാൻ കണ്ടില്ലല്ലോ. VP അല്ലേ ബ്രീഫ് കേസ് എടുത്ത് ഇവിടെ വെച്ചത്? അതെ, ഞാൻ എൻ്റെ പഴയ റെക്കോർഡ്സ് ഒക്കെ നോക്കുകയായിരുന്നു. കൂട്ടത്തിലൊരു ബ്ലൂ ഫയൽ ഉണ്ടായിരുന്നു. ഞാനതിന്റെ മുകളിൽ വെച്ചതാണല്ലോ, അതിപ്പോ കാണുന്നില്ല. എനിക്കറിയില്ല VP. ചിലപ്പോ VPക്ക് തോന്നിയതാവും. തോന്നിയതോ? ഒന്നുമല്ല, ഇവിടെ ഒരു ഫയൽ ഉണ്ടായിരുന്നു. ഞാനിത് ഇവിടെ വെക്കുകയും ചെയ്തു. കണ്ണടച്ച് തുറക്കുന്ന നിമിഷം കൊണ്ട് അത് എവിടെ പോയി? അതെനിക്ക് അറിയണമല്ലോ. എന്റെ പൊന്ന് VP, എനിക്കറിയില്ലെന്ന് പറഞ്ഞല്ലോ. അങ്ങനൊരു ഫയലിന്റെ കാര്യം VP പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്. എന്താ VP? ഒന്നുമില്ല. ഒരു കാര്യം താനെ ഓർത്താൻ നല്ലത്. ചില കാര്യങ്ങളെ ഞാൻ മറന്നിട്ടുള്ളൂ. പക്ഷേ അതിന്റെ പേരിൽ ഞാനൊരു പൊട്ടനാണെന്നോ ഫൂളാണെന്നോ ആരും വിചാരിക്കരുത്. VP എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. ചിലതൊക്കെ ഞാനും ഓർമ്മപ്പെടുത്തണമല്ലോ.